മഴയായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു കൺസേണാണ് റോസിനകത്ത് ബഡ്സ് വരുന്നില്ല, പൂ പിടിക്കുന്നില്ല, ഇലയെല്ലാം കൊഴിഞ്ഞു പോകുന്നു, മഞ്ഞ കളറാവുന്നു. ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് കണ്ടില്ലേ, എൻ്റെ റോസിന് എപ്പോഴും എന്നും ഇങ്ങനെ പൂവും ബഡ്സും ഒക്കെ, മഴ സീസണായാലും വെയിലായാലും എപ്പോഴും ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കും, എന്തേ ഇവിടെ മാത്രമേ ഇത്രയും പൂവും ബഡ്സും ഒക്കെ ഉള്ളത്, ഇത്ര ഫ്രഷായിട്ടാണ് എൻ്റെ കവിതയുടെ റോസ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എക്സ്ട്രാ കെയർ ഒന്നും ഞാൻ കൊടുക്കാറില്ല. എല്ലാ ചെടിക്കും കൊടുക്കുന്ന ഇതുപോലുള്ള കെയർ മാത്രമേ ഞാൻ റോസിനും കൊടുക്കാറുള്ളൂ. പക്ഷേ മഴക്കാലം ആകുമ്പം നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. ആദ്യമുള്ളതെന്ന് പറഞ്ഞാൽ മഴയത്തുനിന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലായിടത്തും അവൈലബിളായിട്ടുള്ളൊരു ഒരു ഫംഗിസൈഡാണ് സാഫ്. അത് വാങ്ങിച്ച് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് എല്ലാ വീക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സാഫ് സ്പ്രേ ചെയ്യുക എന്നുള്ളത്. ഒരു പരിധി വരെ അതിൻ്റെ മഞ്ഞളിപ്പും അതുപോലെ തന്നെ ഇല കൊഴിച്ചിലും മാറ്റാൻ സാധിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രെയിനേജാണ്. ഡ്രെയിനേജ് ഹോൾസൊക്കെ ഓപ്പൺ ആണോ എന്ന് നോക്കണം. വെള്ളം കെട്ടിക്കിടന്നാൽ അതെല്ലാം മറിച്ച് കളയണം. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ റോസ് ചീത്തയാവാതെ എന്നും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. മഴ സമയത്ത് വളം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും വളരെ ലൈറ്റായിട്ട് നമുക്ക് വളം കൊടുക്കാം. ചെടികൾക്ക് വളരെ നല്ലതാണ് മഴ കൊള്ളുന്നത്. മഴവെള്ളത്തിനകത്ത് എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണാണ്. മണ്ണിൽ പുല്ലൊന്നും വളരാതെ നോക്കണം. അതുപോലെ തന്നെ മഞ്ഞ ലീവ്സൊക്കെ വീഴുവാണെങ്കിൽ അത് അന്നേരം എടുത്ത് മാറ്റുന്നത് നല്ലത്, ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ലീവ്സിൽ നമ്മൾ സാഫ് സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ മണ്ണിലും സാഫ് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം എവറി 15 ഡേയ്സിൽ. മഴയായതുകൊണ്ട് പെട്ടെന്ന് ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ സാഫ് ഒഴിച്ച് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഈ ചെടി ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ റോസിനകത്ത് പൂ വരുന്നത്. എനിക്കത് തോന്നിയിട്ടുള്ളത്. റോസിൽ നല്ലോണം പൂ വരും മഴ സമയത്ത്. ബഡ്സും വരും, പൂവും അതുപോലെ പെട്ടെന്ന് വരും. കാരണം മഴവെള്ളം റോസിന് നന്നായിട്ട് ഇഷ്ടമാണ്. അത് കാരണം പെട്ടെന്ന് ബഡ്സും വരും, അതേപോലെ പൂവും വരും. അതുപോലെ ചീത്തയാവാനുള്ള ചാൻസസും ഒരുപാട് കൂടുതലാണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കെയർ ചെയ്യുന്ന അതുപോലെ നമ്മുടെ കയ്യിൽ റോസ് ഉണ്ടാവും. പൂവൊക്കെ വന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോഴേ അത് കട്ട് ചെയ്തങ്ങ് മാറ്റിയേക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് മഴയായത് കാരണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി നല്ല ക്ലീനാക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്തതെന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സ് ആണ്. ഞാൻ നോർമലി ഓർഗാനിക് പെസ്റ്റിസൈഡാണ് ഉപയോഗിക്കുന്നത്. നീം ഓയിൽ അത്ര വർക്കാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നീം ഓയിൽ പെട്ടെന്ന് അത് പിന്നെയും പെസ്റ്റ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ സാധാരണ ആമസോണിൽ നിന്ന് പെസ്റ്റിസൈഡ്സ് കിട്ടും. ഇപ്പോൾ ആവശ്യം പോലെ അവൈലബിളാണ് ഓർഗാനിക്. കെമിക്കൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഉപയോഗിക്കാറേ ഇല്ല. അപ്പം ആമസോണിൽ നിന്ന് ഞാൻ പെസ്റ്റിസൈഡ് മേടിച്ചിട്ട് അത് 15 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ റോസിലും ഇതുപോലെ ബഡ്സും പൂവും ഒക്കെ ആവശ്യം പോലെ ഉണ്ടായിക്കോളും. യാതൊരു സംശയവും വേണ്ട.